ഒരു പൈപ്പ് വെച്ച് കൊടുക്കാനായിട്ടൊരു പെർമിഷൻ വാങ്ങിക്കാനൊക്കെ അതുപോലെ നല്ല കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ വലിയവളെ ഞാൻ താമസിക്കുന്ന ആ കുണ്ടവൻ കടവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും, ഏത് പാർട്ടിയാണെന്ന് ഞാൻ ചൊല്ലും. പക്ഷേ എന്ത് പറഞ്ഞാലും ആ കുട്ടി ഇടതുപക്ഷ ഇതിലെ ഒരു കൗൺസിലറായിരുന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അയ്യോ ശരിയാ ചേച്ചി അത് പറഞ്ഞത് സത്യം, അത് ഞാൻ കണ്ടില്ല കേട്ടോ, അപ്പം ചെയ്യും. അതാ ഞാൻ അവരുടെ മറ്റേ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കാൻ പോയിട്ടാണോ? അപ്പം അത് ആ പവറാണ് ഒരു അധികാരി. അത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ വാർഡ് കൗൺസിലറോ MLA യോ MP യോ മന്ത്രിയോ ആകട്ടെ, നമ്മളെ ഇവിടെ ഇരുത്താൻ കാരണക്കാരിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാർ ജനങ്ങളാണ്. അല്ലാതെ അവരുടെ കൂടെ നടക്കുന്നവർ മാത്രം കുത്തിയാൽ ജയിക്കുമോ? ഇല്ല. ആ ചിന്ത വിടരുത് ഒരാളും. ഇനിയെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഒന്ന് ഭരിച്ചു നോക്കിയാട്ടെ, അപ്പോൾ കാണാം നിരന്തരമായിട്ട് അയ്യോ അവർ വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ചുമ്മാതെ ആരോപണങ്ങൾ എല്ലാത്തിനും അങ്ങോട്ട് മുഖ്യമന്ത്രി പറയണം, വകുപ്പ് മന്ത്രി പറയണം, മറ്റവർ പറയണം. ഇത് എന്താണ്? എത്ര കോടി ജനങ്ങളുടെ കാര്യം ഇവർ നോക്കണം. അപ്പം ചിലപ്പോൾ ഒന്ന് താമസിച്ചിരിക്കും. അതിപ്പോൾ നാളെ ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അത്രയും സാമ്പത്തികമായിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിലേ പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ.